ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? സത്ലജ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏത്? പെരിയാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? തെന്മല. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ബക്രാനങ്കൽ അണക്കെട്ട് ഏതു നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? സത്ലജ്. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതം. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത്? കാസർഗോഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? രാജാറാം മോഹൻ റോയ്. നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം ഏതായിരുന്നു? ചൗരി ചൗര സംഭവം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പ. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദൻ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? റാണിഗഞ്ച്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതി. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയകാരിയായി ചിത്രീകരിച്ച ദിനബന്ധു മിത്രയുടെ നാടകം? നീൽ ദർപ്പൺ. ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആര്? ഇത് നമുക്കിപ്പോൾ വേണ്ട. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആര്? ഇതും നമുക്കിപ്പോൾ വേണ്ട. താഴെ പറയുന്നവയിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്തത് സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആര്? ലാലാ ലജ്പത് റായി. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? മലബാർ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹരണ സമരം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുമായി ബന്ധമില്ലാത്തത് ഏവ? 4 മാത്രം. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനു മേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. ഇത്രയും രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഒഡീഷയിൽ ജനിച്ചു എന്നത് ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. താഴെ പറയുന്നവയിൽ
താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? 1 3 സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ. താഴെ പറയുന്നവയിൽ റൗലറ്റ് ആക്ട് നിയമവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഏവ? 1 2 4 1 2 4 വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. 1990 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ ഉൾപ്പെടാത്തത് ഏത്? കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വളർച്ച. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത്? അന്ത്യോദയ അന്ന യോജന. നീതി ആയോഗ് സുസ്ഥിര വികസന പട്ടികയിൽ 2020-21 ഒന്നാമതായ സംസ്ഥാനം? കേരളം. 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? സേവന മേഖല. തെറ്റായ ജോഡി ഏത്? എ തിരയും ചുഴിയും എന്നുള്ളത് സച്ചിദാനന്ദൻ്റെ അല്ല. വീണപ്പൂവ് കുമാരനാശാൻ, ആ മനുഷ്യൻ നീ തന്നെ, CJ തോമസ്, നിലാവിൻ്റെ നാട്ടിൽ അഷിത. ഒന്നും കൂടെ പറയാം. വീണപ്പൂവ് കുമാരനാശാൻ, ആ മനുഷ്യൻ നീ തന്നെ, CJ തോമസ്, നിലാവിൻ്റെ നാട്ടിൽ അഷിത. ശരിയായ ക്രമം ഏത്? 1024 കിലോബൈറ്റ് ഒരു മെഗാബൈറ്റ് എന്നാണ് പറയുന്നത്. 1024 മെഗാബൈറ്റ് ഒരു ജിഗാബൈറ്റ് ആണ്. 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് ഒരു ടിഗാബൈറ്റ് ആണ്. എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായത് ഡി ആണ്. ശരിയായത് ജമൈക്കൻ കായിക താരമാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ 200 മീറ്റർ ഫൈനൽ 21.53 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ഒളിമ്പിക്സിലെ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യത്തെ വനിത. താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏത്? സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കുന്നു. സോപ്പിൻ്റെ pH വന്നിട്ട് ഇവിടെ 11 ആണ്. 7 കൂടിയാൽ അത് ആസിഡ് സ്വഭാവമായിരിക്കും. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം? ഭരതനാട്യം. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം? വോളിബോൾ. പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലെ ആണ് സംഭാവന നൽകിയത്? ആദിവാസികൾക്കായി ആതുര സേവനം. ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണരൂപം? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. IPCC ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി ഏത്? ഫെസ്റ്റിവൽ 2.0. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇനാമൽ. ക്വാഷിയോർക്കർ എന്ന രോഗത്തിന് കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? പ്രോട്ടീനിൻ്റെ കുറവ്. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത്? നെല്ല്. സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 3 ശരി. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ചൈന. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഫ്ലിൻറ്റ് ഗ്ലാസ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമേത്?
ഘർഷണബലം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. പ്രൊപ്പെയിനും ബ്യൂട്ടെയിനും. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം പ്രൊപ്പെയിനും ബ്യൂട്ടെയിനും. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. ഏത് പദാർത്ഥം ഉപയോഗിച്ചിട്ടാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിച്ച മിഷൻ. എൻവിഷൻ. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി. മംഗതെച്ചു ജലവൈദ്യുത പദ്ധതി. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതിയാണ് മംഗതെച്ചു ജലവൈദ്യുത പദ്ധതി. ഒരു ജലജന്യ രോഗമേത്? 1, 3, 4. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പൈറോസിസ്. ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് അത് ബാധിതരായിട്ടുള്ള ആളുകളുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെ മാത്രമാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത്. ഓർത്തുവെക്കുക. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് എലിപ്പനിയുടെ ശാസ്ത്രീയ നാമമാണ്. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് അവിടെ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വന്നത്, ഓപ്ഷനിൽ ആൻസറായിട്ട് വന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും. നിപ, ജാപ്പനീസ് എൻസഫലൈറ്റിസ്. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് ORS. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്ത്? ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യത്തിൻ്റെ അളവ്. pH 7. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാധം. പേൻ. അശ്വമേധം പ്രചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. സ്വാന്തന പരിചരണം നൽകുന്നു. കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്കാണ് സ്വാന്തന പരിചരണം നൽകുന്നത്. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. പ്രമേഹം. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. നിശാന്തത. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. അത് നമുക്കിപ്പോൾ വേണ്ട. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? കോവാക്സിൻ. കോവിഷീൽഡ്. ആൻസർ 1ഉം 2ഉം. കോവാക്സിനും കോവിഷീൽഡുമാണ് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം. സിക്ക. താഴെ പറയുന്നവരിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ജീവിതശൈലി രോഗനിയന്ത്രണം. അപ്പോൾ ഇന്ന് നമ്മൾ 80 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. 80 GK ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെറിയ നോട്ടിലേക്ക് നിങ്ങൾ പഠിക്കുന്ന നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് അത് മറിച്ച് നോക്കുകയും വേണം. അപ്പോൾ വീണ്ടും ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.